കൂടെയിരുന്ന് ഭക്ഷണം കഴിച്ച സഹതടവുകാർ പോലും നിങ്ങൾക്ക് പിന്നിൽ നിന്ന് നിങ്ങളെ ഭീകരനെന്ന് വിളിക്കുന്നത് കേൾക്കാം. അവരുടെ പ്രൊപ്പഗണ്ടകൾ കാരണം ജനങ്ങൾ എന്നെ ഒരു മനുഷ്യനായി പോലും കാണുന്നില്ല. മനുഷ്യത്വം എന്ന പ്രിവിലേജ് പോലും ഇല്ലാത്തവരായി ഞങ്ങളൊക്കെ മാറി. തീഹാർ ജയിലിൻ്റെ ഇരുണ്ട മതിലുകൾക്കുള്ളിൽ നിന്ന് പുറത്തു വന്ന ഉമർ ഖാലിദിൻ്റെ വാക്കുകളാണിത്. അധികാരത്തിൻ്റെ ചെങ്കോലിന് മുന്നിൽ തലകുനിക്കാതെ സത്യത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ മാത്രം വർഷങ്ങളായി വിചാരണ പോലുമില്ലാതെ തടവറയിൽ അടയ്ക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ നേർസാക്ഷ്യമാണിതെല്ലാം. സൂര്യാസ്തമയങ്ങളിൽ ജയിൽ മുറ്റം ഇരുളിലേക്ക് വീഴുമ്പോൾ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ദിവസം കൂടി തടവറയിൽ ഒടുങ്ങിയെന്ന ഭീതിതമായ തിരിച്ചറിവ് ഉമറിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. 150 വർഷങ്ങൾക്ക് മുമ്പ് ദസ്തയേവ്സ്കി തൻ്റെ ജയിൽ കുറിപ്പുകളിൽ എഴുതിയ അതേ മാനസികാവസ്ഥ. ഗാർഡിയന് ഉമർ നൽകിയ അഭിമുഖത്തിലാണ് കേട്ടോ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. 2020 ജയിലിൽ അടയ്ക്കപ്പെട്ടതിനു ശേഷമുള്ള ഉമർ ഖാലിദിൻ്റെ ആദ്യ അഭിമുഖമാണിത്. ആരായിരുന്നു സത്യത്തിൽ ഉമർ ഖാലിദ്? ജെഎൻയുവിൽ നിന്ന് ഉയർന്നു വന്ന ഒരു തീപ്പൊരി വിദ്യാർത്ഥി നേതാവ്. 2019 രാജ്യത്തെ പിടിച്ചുകുലുക്കിയ പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും ശക്തമായ മുഖം. അവർ വെറുപ്പ് പ്രചരിപ്പിച്ചാൽ നമ്മളതിനെ സ്നേഹം കൊണ്ട് മറുപടി നൽകുമെന്ന് ജനക്കൂട്ടത്തോട് വിളിച്ചു പറഞ്ഞ നേതാവ്. എന്നാൽ വിയോജിപ്പിന്റെ ശബ്ദത്തെ ഭരണകൂടം നേരിട്ടത് അതിക്രൂരമായാണ്. 2020 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്ന കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഉമർ ഖാലിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് ആ കലാപ സമയത്ത് ഉമർ അവിടെ ഉണ്ടായിരുന്നില്ല. കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന കള്ളപ്പേരും ഉമറിന് അവർ നൽകി. രാജ്യത്തെ ഏറ്റവും മോശം നിയമമായ UAP ചുമത്തി അദ്ദേഹത്തെ തീഹാറിന്റെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. തെക്കുകിഴക്കൻ ഡൽഹിയിലെ ജാമിയ നഗറാണ് തൻ്റെ ഉള്ളിലെ മനുഷ്യസ്നേഹിയെ ഉണർത്തിയതെന്നാണ് ഉമർ പറയുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കടന്നുകയറ്റം എങ്ങനെയാണ് ഒരു സമൂഹത്തെ മതപരമായി ഭിന്നിപ്പിച്ചതെന്നും മുസ്ലിങ്ങളുടെ അവകാശങ്ങളും അന്തസ്സും എങ്ങനെയാണ് കവർന്നെടുത്തതെന്നും ഉമർ ഖാലിദ് നേരിട്ട് കണ്ടത് അവിടെ വെച്ചാണ്. തൻ്റെ ആ കുട്ടിക്കാലത്തെക്കുറിച്ച് ഉമർ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മുസ്ലിങ്ങൾ ക്രൂരമായി അടിച്ചമർത്തപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും രാക്ഷസവൽക്കരിക്കപ്പെടുകയും ചെയ്ത ഒരു കാലത്താണ് ഞാൻ ജീവിച്ചത്. ചിന്തിക്കുന്ന വിവേകമുള്ള ഏതൊരു വ്യക്തിക്കും ആ സാഹചര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കാൻ കഴിയില്ല എന്നായിരുന്നു ആ അഭിമുഖത്തിൽ ഉമർ പറഞ്ഞു വെച്ചത്. പിന്നീട് ഡൽഹിയിലെ JNUവിൽ PhDക്ക് എത്തിയതോടെ ഉമർ അവിടുത്തെ സജീവമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറി. ഇടതുപക്ഷ ചിന്തകളുടെയും സ്വതന്ത്ര സംവാദങ്ങളുടെയും കോട്ടയായിരുന്ന JNUവിനെ തകർക്കാൻ തീവ്ര വലതുപക്ഷ ശക്തികൾ ശ്രമം തുടങ്ങിയതോടെയാണ് ഉമർ ഖാലിദ് എന്ന വിദ്യാർത്ഥി നേതാവ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അവരുടെ ശത്രുവുമായി മാറുന്നത്. മറ്റു പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടും ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ ഒന്നൊന്നായി പിന്മാറി. വിചാരണയുടെ തീയതി പോലും നിശ്ചയിക്കാതെ നീതി അദ്ദേഹത്തിന് ഇപ്പോൾ അനന്തമായി നീളുകയാണ്. ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലെ എത്രയോ രാഷ്ട്രീയ തടവുകാർ ഈ ജയിലുകൾക്കുള്ളിൽ വെച്ച് മരണപ്പെട്ടു. എന്നിട്ടും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളും ജനകീയ പ്രസ്ഥാനങ്ങളുടെ തോളിലേറി പേരെടുത്ത സെലിബ്രിറ്റികളും രാഷ്ട്രീയ തടവുകാരുടെ കാര്യത്തിൽ പുലർത്തുന്ന മൗനമാണ് ഭരണകൂടത്തിന് കൂടുതൽ കരുത്തു പകരുന്നതെന്നാണ് ഉമർ ഈ അഭിമുഖത്തിൽ പറയുന്നത്. പക്ഷേ ഇത്രയൊക്കെ വേട്ടയാടിയിട്ടും ഉമർ ഖാലിദ് എന്ന മനുഷ്യൻ തോറ്റുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ല കേട്ടോ.